നമസ്കാരം. സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി, ഏതൊക്കെ നടപ്പിലാക്കി? കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ട, കുട്ടികൾക്ക് സ്വതന്ത്രമായി സുരക്ഷയോടെ സ്കൂളിൽ പോകാനുള്ള പദ്ധതികൾ തയ്യാറായി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും പറയുമ്പോഴും എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ എന്നുള്ള വിലയിരുത്തൽ ഒന്ന് നടത്തേണ്ടതല്ലേ? പ്രത്യേകിച്ചും മഴയാണ്. മഴയത്ത് യാത്ര ചെയ്യുന്നത് അതീവ ബുദ്ധിമുട്ടാണ്. റോഡുകളെല്ലാം തന്നെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു, വെള്ളക്കെട്ടുകളുണ്ട്. ഇനിയും മഴ പെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് യാത്ര എത്തും. അപ്പോൾ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലെത്തിക്കാൻ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അത് നടപ്പിലാകുമോ എന്നുള്ള ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എത്രയും പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ തന്നെ, പദ്ധതികളൊക്കെ തന്നെ, നടപടികളൊക്കെ തന്നെ എടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതലയുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോൾ അത് ഏത് രീതിയിൽ നടപ്പിലാവുന്നു എന്നുള്ള കാര്യവും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പാണ്. ഇതൊക്കെ തന്നെ നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കണം. വാഹനങ്ങളുടെ മുന്നിലും പുറകിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് വ്യക്തമായി എഴുതി പ്രദർശിപ്പിക്കണം. കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത മറ്റു വാഹനങ്ങളിൽ വെള്ളപ്രതലത്തിൽ നീല അക്ഷരത്തിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന ബോർഡ് പ്രദർശിപ്പിക്കണം. സ്കൂൾ മേഖലയിൽ പരമാവധി മണിക്കൂറിൽ 30 കിലോമീറ്ററും മറ്റ് റോഡുകളിൽ 50 കിലോമീറ്ററുമായി വേഗം നിജപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും ഡ്രൈവിംഗ് പരിചയം വേണം. ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് 5 വർഷത്തെ ഹെവി വാഹനങ്ങൾ ഓടിച്ചുള്ള പരിചയവും വേണം. മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഓരോ ട്രിപ്പിലെയും കുട്ടികളുടെ പേര്, ക്ലാസ്, ബോർഡിംഗ് പോയിന്റ്, രക്ഷിതാവിൻ്റെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം. കയറുന്നതിനും ഇറങ്ങുന്നതിനും സാധനങ്ങൾ എടുത്തു നൽകാനും വാഹനത്തിൻ്റെ പുറകിലൂടെ റോഡ് കുറുകെ കടക്കാനും ചെറിയ കുട്ടികളെ ആയമാർ സഹായിക്കണം. സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വെള്ള ഷർട്ടും കറുപ്പ് പാൻസും തിരിച്ചറിയൽ കാർഡും ധരിക്കണം. മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർ കാക്കി നിറത്തിലെ യൂണിഫോം ധരിക്കണം. സുസജ്ജമായ പ്രഥമ ശുശ്രൂഷ കിറ്റ് എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ഉണ്ടാകണം എന്ന് സ്കൂൾ അധികാരികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ രീതികൾ കുട്ടികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അതിനാൽ മാതൃകാപരമായി തന്നെ വാഹനങ്ങൾ ഓടിക്കണം. ദുശ്ശീലങ്ങൾ ഉള്ളവരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കരുത്. ഇവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അമിത വേഗത്തിനോ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കരുത് എന്ന കാര്യം ഉറപ്പുവരുത്തണം. വാതിലുകളുടെ എണ്ണത്തിന് തുല്യമായ ആയമാർ എല്ലാ സ്കൂൾ ബസ്സിലും വേണം. വാതിലുകൾക്ക് പൂട്ടുകളും ജനലുകൾക്ക് ഷട്ടറുകളും വേണം. ജനലുകളിൽ താഴെ നീളത്തിൽ കമ്പികൾ ഘടിപ്പിച്ചിരിക്കണം. സേഫ്റ്റി ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുള്ള എമർജൻസി എക്സിറ്റ് സംവിധാനവും വേണം. ഓരോ വാഹനത്തിലും ഒരു അധ്യാപകനെയോ അനധ്യാപകനെയോ റൂട്ട് ഓഫീസറായി നിയോഗിക്കണം. വാഹനത്തിനകത്ത് അഗ്നിരക്ഷാ ഉപകരണം അടിയന്തര ഘട്ടങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഘടിപ്പിക്കണം. കുട്ടികളുടെ ബാഗുകൾ, കുടകൾ എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക റാക്കുകൾ വേണം. സ്പീഡ് ഗവർണറുകൾ ഘടിപ്പിക്കണം. GPS സംവിധാനം സ്കൂൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ച് സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യണം. സ്കൂളിൻ്റെ പേരും ഫോൺ നമ്പരും വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും പ്രദർശിപ്പിക്കണം. പുറകിൽ ചൈൽഡ് ലൈൻ നമ്പർ, പോലീസ്, ആംബുലൻസ്, ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ്, സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവരുടെ നമ്പറുകളും വേണം. സീറ്റിംഗ് ശേഷിക്കനുസരിച്ച് മാത്രമേ കുട്ടികളെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാവൂ. 12-ന് താഴെ പ്രായമുള്ളവരാണെങ്കിൽ ഒരു സീറ്റിൽ 2 പേർക്ക് യാത്ര ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇതും മറ്റ് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അടിയന്തരമായി നടപ്പിലാക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്.